അസ്സലാമു അലൈക്കും മുത്തുമണീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ആക്കണ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ആക്കാമെന്ന്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഞാൻ അധികേറും ഡേംഡോക്കിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ യൂസ് ആക്കണത്. അപ്പോൾ ഇത് ഡേംഡോക്കിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ്, ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത SPF 50 PA+++. അതിലാണെന്നുണ്ടെങ്കിൽ 4% നയാസിനമൈഡ്. എനിക്കറിയാലോ നയാസിനമൈഡ് ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു സിറാണ്. അപ്പോൾ അത് 4% ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ്. പിന്നെ എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്നതാണ്. എനിക്കിത് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് ഗ്ലിസറിനും പിന്നെ അതേപോലെ റോസ് വാട്ടറും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ടുള്ളത് റെറ്റിനോളാണ്. റെറ്റിനോൾ എന്താണെന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഏജിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രായാവധത്തിന് നമ്മളെ മുഖത്ത് വരുന്ന ചുളിവ് കാര്യങ്ങളൊക്കെ മാറാനും പിന്നെ നമുക്ക് ഒരു യങ്ങായിട്ട് നമ്മളെ ചർമ്മത്തിനെ നിലനിർത്താനുമില്ല ഒരു സിറാണിത്. ഇതും ഡേംഡോക്കിൻ്റെ തന്നെയാണ്, എല്ലാ സ്കിൻ ടോണിനും പറ്റിയത് തന്നെയാണ്. ഇതാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളെ നയാസിനമൈഡിൻ്റെയും ഇതിൻ്റെയും കളർ ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നയാസിനമൈഡ് 3 or 4 ഡ്രോപ്സ് നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 2 ഡ്രോപ്സേ ഇടാൻ പറ്റുള്ളൂ. അടുത്തതായിട്ടുള്ളതാണ് ഡേംഡോക്കിൻ്റെ തന്നെ 10% നയാസിനമൈഡ്. എൻ്റെ ഒരു സ്കിൻ കെയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറാണിത്. നമ്മളെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിട്ടൂന്ന് തന്നെ നമുക്ക് തോന്നില്ല, പെട്ടെന്ന് നമ്മൾ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവും. നമ്മളിതിൽ ടാൻ അടിച്ചതും പിന്നെ നമ്മൾ അണീവൻ സ്കിൻ ടോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്നി മാർക്കുകൾ ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ മായ്ച്ച് കളയും. സ്കിന്നിൽ കാണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോണ ഒരു സിറാണിത്. ഖത്തർക്കും ഇഷ്ടപ്പെട്ടൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് നയാസിനമൈഡ്. ഇപ്പം നയാസിനമൈഡ് പ്ലസ് നമ്മൾ റെറ്റിനോൾ കാണിച്ചു തന്നല്ലോ, റെറ്റിനോളും നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കിന്ന് കിട്ടും, നല്ലൊരു ഫേസ്. നമ്മൾ എവിടെയാണ് ഇടണമെന്ന് വെച്ചാൽ ഫേസിലാണ് ഇപ്പോൾ നമ്മൾ യൂസ് ആക്കണമെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ഫേസ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണിത്. ഇത് ക്യാഷിന് പോയി എന്ന് പറയാം. 5% ഗ്ലൈക്കോളിക് ആസിഡ്. ഇതെന്താണെന്ന് വെച്ചാൽ അണ്ടർ ആം ട്രീറ്റ്മെൻ്റ് ആണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ആക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. നമ്മൾ അണ്ടർ ആമിലൊക്കെ ഉള്ള കറുപ്പ് കളറില്ലേ, കറുപ്പ് നിറം, പിന്നെ കഴുത്തിൻ്റെ പുറകിലില്ല ഒരു കളർ ചേഞ്ച്, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് യൂസ് ആക്കണ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ഒരു യൂസും കിട്ടിയിട്ടില്ല. ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഉപകാരമില്ലാത്ത ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 299. ഇപ്പോഴത്തെ റേറ്റാണ് 299. ഞാൻ മേടിക്കുമ്പോൾ അത്ര ഉണ്ടായിട്ടില്ല, അത് യൂസ് ആക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അടുത്തതാണ് നമ്മൾ കോജിക് ആസിഡ്. നൈറ്റ് ക്രീമാണ്, ഡേംഡോക്കിൻ്റെ തന്നെയാണ്, കോജിക് ആസിഡാണ്. ഇതെന്ന് വെച്ചാൽ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം രാത്രി നമ്മൾ ഈ സിറംസ് ഇടാൻ പാടില്ല കേട്ടോ. സിറംസ് ഇടാതെ നമ്മൾ ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ്, ഇതൊക്കെ ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു ക്രീമാണ്. എനിക്ക് നല്ലൊരു മാറ്റം തന്ന, എൻ്റെ ഫേസിൽ നല്ലൊരു മാറ്റം തന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ യൂസ് ആക്കുന്ന ഫേസ് വാഷാണ്. അപ്പോൾ അത് പ്ലമ്മിൻ്റെ സഫ്രോൺ ആൻഡ് പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷാണ്. ഇതും നമ്മളെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് വെർത്താണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്
200 രൂപ എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ മേടിച്ചിട്ടുള്ളത് പർപ്പിളിൽ നിന്നാണ്. നിങ്ങൾ സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ മേടിക്കുന്ന ടൈമിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഇങ്ങനെ പർപ്പിൾ പോലത്തെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നോക്കുക. നല്ല പ്രൊഡക്ട്സ് ആക്കാരം നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ കാണിച്ചെന്ന നയാസിനമൈഡിൻ്റെ സിറം, പിന്നെ അതേപോലെ റെറ്റിനോൾ, പിന്നെ 2% കോജിക് ആസിഡ്, ഇത് മൂന്നും ഒരു ഡേ തന്നെ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഓരോന്നും ഓരോ ദിവസം ആണ് ചെയ്യൽ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യൽ വെച്ചാൽ തിങ്കളും ചൊവ്വയും നയാസിനമൈഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച കോജിക് ആസിഡിൻ്റെ നൈറ്റ് ക്രീം യൂസ് ആക്കും. അതിന് ശേഷം പിന്നെ വ്യാഴാഴ്ച വീണ്ടും നയാസിനമൈഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച റെറ്റിനോൾ ഇടും. പിന്നെ ശനി ഞായറും വീണ്ടും നയാസിനമൈഡ്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ കൂടുതലായിട്ടും ഞാൻ യൂസ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നയാസിനമൈഡ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് റെറ്റിനോൾ ഉപയോഗിക്കുക. റെറ്റിനോൾ വല്ലാതെ അങ്ങോട്ട് യൂസ് ആക്കാൻ പറ്റില്ല. ഇത് ഇടുമ്പോൾ തന്നെ 2 ഡ്രോപ്പൊക്കെ ഉള്ളൂ. നമ്മളെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊന്നും ഇതാക്കാം, നല്ല സൂക്ഷിക്കണം. പിന്നെ റെറ്റിനോൾ യൂസ് ആക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും നമ്മൾ സൺസ്ക്രീന് പിറ്റേ ദിവസം രാവിലെ സൺസ്ക്രീന് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ നമ്മളൊരു നൈറ്റ് ആവുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ തന്നെ നമുക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ആക്കുന്ന കുറച്ച് സംഭവങ്ങൾ എനിക്ക് വെറുത്തായിട്ടില്ല കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും.